ഐ ലീഗിൽ തുടർച്ചയായ മൂന്നാം ജയം ലക്ഷ്യമിട്ട് ഗോകുലം കേരള FC ഉടൻ കളത്തിൽ. നാംധാരി FCക്കെതിരായ മത്സരം 7 മണിക്ക് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ആരംഭിക്കാൻ പോകുന്നു. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ഇനി ഏതാണ്ട് 15 മിനിറ്റ് സമയം മാത്രമാണ് ബാക്കിയുള്ളത്. വിജയം തന്നെയാണ് ലക്ഷ്യം. ടീം എന്താണ്, എത്രത്തോളം ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട്, നിര എങ്ങനെയാണ്, വിശദാംശങ്ങൾ സമീർ? റിജിത്ത്, ഗോകുലം കേരള FC വലിയ പ്രതീക്ഷയിലാണ്. ആദ്യ ഘട്ടത്തിൽ ഒന്ന് പതിഞ്ഞാണ് തുടങ്ങിയത്. പക്ഷേ പിന്നീട് മത്സരത്തിലേക്ക്, ഈ ലീഗിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിൽ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള 2 മത്സരങ്ങളും മിന്നുന്ന വിജയം കൂടെ സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞു. ഡൽഹി FCയെ എതിരില്ലാത്ത 5 ഗോളുകൾക്കും, അതുപോലെ തന്നെ പിന്നീട് നടന്നിട്ടുള്ള മത്സരത്തിൽ ഡംബോ FCയെ ഏകപക്ഷീയമായ 1 ഗോളിനും തോൽപ്പിച്ചു. അങ്ങനെ ആ ഒരു വിജയത്തിൻ്റെ തുടർച്ചയായിക്കൊണ്ടാണ് അവരിങ്ങോട്ട് എത്തുന്നത്. ആ തുടർ വിജയത്തിൻ്റെ ഒരു ബാക്കി പത്രം കൂടിയായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലും ഇന്ന് വിജയിക്കാൻ കഴിയും എന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ് ഗോകുലം കേരള FCക്കുള്ളത്. നാംധാരി FCയും കരുത്തരായ ടീമാണ്. പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്താണ് നാംധാരി FC. ഒപ്പം തന്നെ 4ാം സ്ഥാനത്ത് ഗോകുലം കേരള FCയും. എന്തായാലും മത്സരം വളരെ ആവേശകരമായ ഒരു മത്സരമായിരിക്കും എന്നതിൽ സംശയമില്ല. ആരാധകരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. 2 ടീമുകളും വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് എത്തിയിട്ടുള്ളത്. ഇന്നലെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം 2 ടീമുകളും വലിയ ഒരു നീണ്ടു നിൽക്കുന്ന പരിശീലനമൊക്കെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് 2 ടീമും ഉള്ളത്. ഈ ജയത്തോടു കൂടെ 2ാം സ്ഥാനത്തേക്ക് എത്താൻ ഗോകുലം കേരള FCക്ക് കഴിയും. അതേസമയം നാംധാരിയാണ് വിജയിക്കുന്നതെങ്കിൽ അവർക്ക് 1ാം സ്ഥാനത്തെത്താൻ കഴിയും. അങ്ങനെയാണ് പോയിന്റ് നില ഉള്ളത്. റീജിത്ത്. ശരി, സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു. തികഞ്ഞ പ്രതീക്ഷയോടുകൂടി ഗോകുലം വീണ്ടും ഇറങ്ങാൻ പോവുകയാണ്. ഇനി 15 മിനിറ്റ് സമയം മാത്രമാണ് മത്സരത്തിന് ബാക്കി.